ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ദാബ സ്റ്റൈൽ പഞ്ചാബി ചോലെ മസാലയാണ് കേട്ടോ. നമ്മുടെ ബട്ടൂരയുടെ കൂടെയൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ചോലെ മസാലയുടെ സെയിം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടൊക്കെ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിക്കാം. അതിൻ്റെ കടുപ്പമൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന രീതിക്ക് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1.5 കപ്പ് കടല തലേന്ന് തന്നെ വെള്ളത്തിൽ നല്ലോണം കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഈ കടലയിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള തേയില വെള്ളം സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു വയനയില അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് കടലയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം കുതിർന്ന കടലയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3-4 വിസിലും കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കടലയെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മറ്റൊരു സ്റ്റൗവിലേക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഇതൊരു പഞ്ചാബി റെസിപ്പി ആയതുകൊണ്ട് തന്നെ. ഇതിലേക്ക് ആദ്യമേ തന്നെ ഞാനൊരു 1/2 സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുഴുവനെയുള്ള നല്ല ജീരകം. പിന്നെ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 2 വലിയ സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും 2-3 പച്ചമുളകും എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം വഴറ്റി നിറമൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്ത കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടിക്ക് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം, ഒരു 1/2 സ്പൂൺ. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല ജീരകം വറുത്ത് പൊടിച്ച പൊടിയുണ്ടെങ്കിൽ അതും ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ആദ്യമേ തന്നെ മുഴുവനുള്ള ജീരകം ചേർത്ത് കൊടുത്തുകൊണ്ട് ജീരകപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചക്കുത്തൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. പൊടികളുടെ പച്ചക്കുത്തൊക്കെ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 തക്കാളി മിക്സിക്കകത്തിട്ട് നല്ലോണം അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നിടം വരെ തന്നെ നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ നന്നായി മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ കടലയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തുനിന്ന് കറുവാപ്പട്ടയും ബേ ലീഫും ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല കളർ തന്നെ കിട്ടും നമ്മൾ ഈ തേയില വെള്ളത്തിൽ ഇത് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ. അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് നമ്മളിത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കസൂരി മേത്തി ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് നമുക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഞെരടിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കസൂരി മേത്തി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് നമ്മളുടെ റെസിപ്പിക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇതിലേക്ക് മുറിച്ച് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നീളത്തിന് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയുടെ കഷ്ണങ്ങൾ കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. പിന്നെ പഞ്ചാബി റെസിപ്പികളിൽ ഒട്ടും തന്നെ ഒഴിച്ചിടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നെയ്യെന്ന് പറയുന്നത്. അപ്പോൾ അവസാനമായിട്ട് 1 സ്പൂൺ നെയ്യും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് തനിയെ ഇതിൻ്റെ കൂടെ ഉരുകി ചേർന്നോളും. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഒരു ചോളെ മസാലയ്ക്ക്. അപ്പോൾ പറ്റുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് പൈസയാവില്ലേ, വീട്ടിൽ ഇത്രയും ചെറിയ ചേരുവ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ.